So students, let us learn. This is the revision second part of redemption of debentures, and last class we have stopped at purchase of introduction about purchase of own debentures from open market. എപ്പോഴൊക്കെയാണ് അത് നമ്മൾ പർച്ചേസ് ചെയ്യാറ്, എന്തൊക്കെ രണ്ട് പർപ്പസസിൽ ഒന്ന് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷനും ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടും. ആ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളത് ഫ്യൂച്ചറിൽ അത് ക്യാൻസലാക്കും. അപ്പോൾ എന്താണ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞാൽ, എന്താ ക്യാൻസലേഷൻ എന്ന് പറഞ്ഞാൽ റിഡീം ചെയ്യുന്ന പോലെ തന്നെ പിന്നെ അത് ബാലൻസ് ഷീറ്റിൽ അതൊരു ലയബിലിറ്റി ആയിട്ട് പിന്നെ കാണിക്കില്ല. ഓക്കെ, അതാണ് നമ്മൾ ക്യാൻസലേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. സോ വാങ്ങിയിട്ട് ഉടനെ തന്നെ അത് ക്യാൻസൽ ചെയ്യുക. പർച്ചേസ് ഡിബെഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യും, പിന്നെ അത് ഉടനെ തന്നെ ക്യാൻസൽ ചെയ്യുക. സോ ഹിയർ ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള നമ്മൾ രണ്ട് സിറ്റുവേഷൻ മാത്രമേ അതിൽ ജേർണൽ എൻട്രീസ് ആയിട്ട് പഠിച്ചിട്ടുള്ളൂ. ആൻഡ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വന്നപ്പോൾ അന്ന് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നില്ലല്ലോ അന്ന് പഠിപ്പിക്കുമ്പോൾ. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വന്നപ്പോൾ നോക്കുമ്പോൾ ഒരു 5-6 സിറ്റുവേഷൻ ഉണ്ട്. വെരി ഈസി, മനസ്സിലാക്കി തരാം ഞാൻ. ഇറ്റ്സ് വെരി ഈസി. അപ്പോൾ ആ ജേർണൽ എൻട്രീസ് ഒന്നും കാണാപ്പാടും പഠിക്കേണ്ട ആവശ്യമില്ല. നേരെ പോ, അങ്ങനെയുള്ളൊരു ജേർണൽ എൻട്രിയാണ് ഇതിലുള്ളത്. അതുകൊണ്ട് സിറ്റുവേഷൻ മനസ്സിലാക്കാം, ജേർണൽ എൻട്രി എഴുതാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ നോക്കാം നമ്മൾ എന്തൊക്കെയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് റിഡംഷൻ കണ്ടീഷൻ എന്താ അത് ആദ്യം നിങ്ങൾ നോക്കണം. ആൻഡ് ഹൗ അറ്റ് വാട്ട് പ്രൈസ് ഇറ്റ് ഈസ് പർച്ചേസ്ഡ്. ഓക്കെ, രണ്ട് കാര്യങ്ങൾ ഇതിൽ നോക്കണം. റൈറ്റ്, ഞാനിപ്പോൾ പറഞ്ഞു നിങ്ങൾക്കൊരു പ്രോബ്ലം കിട്ടിയാൽ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ നോക്കണം. ഒന്ന്, റിഡംഷന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ എന്താ. നമുക്കറിയാം രണ്ട് കണ്ടീഷനെ റിഡംഷനിൽ പതിവുള്ളൂ, ഒന്ന് പാറും ഒന്ന് പ്രീമിയമോ. ഓക്കെ, ഇനി പർച്ചേസ് എങ്ങനെയാണ് ചെയ്യണത്. ഓക്കെ, പർച്ചേസിന് 3 സാഹചര്യങ്ങളുണ്ട്. 3 സാഹചര്യങ്ങൾ പർച്ചേസിന് വരാം. ഒന്ന് ഫേസ് വാല്യൂ വരാം, ഓക്കെ, ഒന്ന് ബിലോ ഫേസ് വാല്യൂ വരാം, ഒന്ന് എബവ് ഫേസ് വാല്യൂ വരാം. കറക്റ്റ്, ഈ 3 സിറ്റുവേഷനാണ്. ഒന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഫേസ് വാല്യൂമ്പോൾ തന്നെ പർച്ചേസ് ചെയ്യാം. 10 രൂപയാണ് ഫേസ് വാല്യൂ, 10 രൂപയിൽ പർച്ചേസ് ചെയ്തു. ബിലോ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ കണ്ടീഷൻ, സാധാരണ പർച്ചേസ് ഓഫ് ഓൺ ഡിബെഞ്ചേഴ്സ് എപ്പോഴാണ് ഉണ്ടാവുക? വെൻ മാർക്കറ്റ് പ്രൈസ് ഇസ് ബിലോ ഫേസ് വാല്യൂ. അങ്ങനെ ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലാണ് നമ്മൾ ഒരു സാഹചര്യം പർച്ചേസ് ഓഫ് ഓൺ ഡിബെഞ്ചേഴ്സ് നടത്തുന്നത്, അല്ലേ? പർച്ചേസ് ഓഫ് ഓൺ ഡിബെഞ്ചേഴ്സ് നടത്തുന്നത്. സോ ഹിയർ ഒന്നുമില്ലെങ്കിൽ ഇതായിരിക്കും സാഹചര്യം, അല്ലെങ്കിൽ സഫിഷ്യൻറ്റ് പ്രോഫിറ്റ്സ് ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ രണ്ട് സാഹചര്യത്തിൽ മാത്രമേ പർച്ചേസ് ഓഫ് ഓൺ ഡിബെഞ്ചേഴ്സ് കമ്പനി ചെയ്യുള്ളൂ. ഓക്കെ, സോ അതാണ് ബിലോ ഫേസ് വാല്യൂ പറഞ്ഞത്. ചിലപ്പോൾ ഫേസ് വാല്യൂവിൻ്റെ മുകളിലും സഫിഷ്യൻറ്റ് പ്രോഫിറ്റ്സ് ഉണ്ടാവുമ്പോൾ ഫേസ് വാല്യൂവിൻ്റെ മുകളിലും നമ്മൾ എന്ത് ചെയ്യും, കമ്പനി എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്തേക്കാം. ഓക്കെ, ഇനി എന്താ മനസ്സിലാക്കണ്ടേ? ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, രണ്ട് ഗെയിൻസിനെ പറ്റി പറഞ്ഞു. പർച്ചേസ് വരുമ്പോൾ 2 ഗെയിൻസ്. ഏതൊക്കെയാണ് 2 ഗെയിൻസ് ഉള്ളത്? ഒന്ന് എന്താണ്, ഇൻ കേസ് ഇറ്റ് ഈസ് ബിലോ ഫേസ് വാല്യൂ. ഇപ്പൊ 10 രൂപ വെച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ 9 rupees വെച്ചിട്ട് വരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് 1 rupee എന്താണ്, ഗെയിൻ ആണ്. സോ when the own debentures are purchased below face value, and in such circumstances they may gain, the company may gain, and which can be known as profit on redemption of debentures. അങ്ങനെ നമ്മൾ വിളിക്കും. പിന്നെ സെക്കൻഡ് സാഹചര്യം, പ്രീമിയത്തിലാണ് റെഡീം ചെയ്യുന്നത്. റിഡംഷൻ കണ്ടീഷൻ എൻട്രി ചെയ്യുമ്പോൾ എന്തായിരുന്നു, പ്രീമിയത്തിലാണ് റെഡീം ചെയ്യുന്നത്. ആ പ്രീമിയം കൊടുക്കുന്നതിന് പകരം ഈ ഫേസ് വാല്യൂമിലോ ഇതിലോ ഏതിൽ വേണമെങ്കിലും ആവാം, ആ പ്രീമിയം എമൗണ്ട് എന്താണ്, ലാഭമാണ്. ഇപ്പൊ സപ്പോസ് 15 rupee ഫേസ് വാല്യൂ 10 ആണ്. ഓക്കെ, 5 rupees പ്രീമിയത്തിലാണ് കൊടുക്കുന്നത്. റൈറ്റ്, ഇത് പർച്ചേസ് ചെയ്യുന്നത് മോർ ഫേസ് വാല്യൂ ആണെന്ന് വെച്ചാൽ പോലും, ഇപ്പൊ ₹12 മോർ ദാൻ ഫേസ് വാല്യൂ ആണെങ്കിൽ പോലും ₹12 പർച്ചേസ് ചെയ്യണ കമ്പനി എന്ന് പറഞ്ഞാലും 3 രൂപ ലാഭമാണ്. ഇത് 12 ആണ്, അപ്പൊ 3 രൂപ അവിടെ ലാഭമാണ്, അല്ലേ? സോ ഇങ്ങനെയുള്ള സാഹചര്യം ഇപ്പൊ 2 ഗെയിൻസ് ആണ് ഇതിന് വരാൻ സാധ്യത. ഒരു ഗെയിൻ എന്താണ്, നമ്മൾ ബിലോ ഫേസ് വാല്യൂ കൊടുക്കുമ്പോൾ വരാൻ സാധ്യതയുണ്ട് ഗെയിൻ.
പിന്നെ അബവ് ഫേസ് വാല്യൂ ആണെങ്കിലും ഏത് വാല്യൂവിലാണെങ്കിലും പ്രീമിയം എമൗണ്ട് സേവ് ചെയ്യാനും പറ്റും കമ്പനിക്ക്. സോ 2 ഗെയിൻസ് ആണ് യൂഷ്വലി ഉണ്ടാവുക. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, പ്രീമിയം എമൗണ്ടും സേവ് ചെയ്തു, ബിലോ ഫേസ് വാല്യൂ കൂടി ആയാൽ എന്താവും? 2 ഗെയിൻസ് ആയി. 15 റുപ്പീസും ആയി, പ്ലസ് 10 പകരം 9 കൊടുക്കുന്നുള്ളൂ. അപ്പൊ 5 റുപ്പീസ് പ്രീമിയം സേവ് ചെയ്തു അല്ലേ? പിന്നെന്താണ് 1 റുപ്പി എന്താ ചെയ്തു? ഡിസ്കൗണ്ടിൽ ആണ് അവർ പർച്ചേസ് ചെയ്തത്. അപ്പൊ ടോട്ടൽ 6 റുപ്പീസ് ഗെയിൻ ആയി. കണ്ടോ? അപ്പൊ ഈ 3 ഗെയിൻസിനെ കുറിച്ചും നമ്മളിവിടെ സംസാരിക്കും. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഫസ്റ്റ് തിങ് എന്താ പറയണേ, നമ്മൾ ഇങ്ങനെ ഒരു ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ്റെ ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2 കാര്യങ്ങൾ പ്രോബ്ലത്തിൽ നോക്കണം. ഒന്ന്, റിഡംഷൻ്റെ കണ്ടീഷൻ എന്താ? 2 കണ്ടീഷനേ ഉണ്ടാവുള്ളൂ. അറ്റ് പാർ ആണോ അറ്റ് പ്രീമിയം ആണോ? രണ്ടാമത്തത്, എങ്ങനെയാണ് കമ്പനി ഏത് എമൗണ്ടിനാണ് പർച്ചേസ് ചെയ്യണത്? അതിന് 3 സാഹചര്യങ്ങളാണല്ലേ. ഒന്ന് ഫേസ് വാല്യൂ, ഒന്ന് ബിലോ ഫേസ് വാല്യൂ, ഒന്ന് എബവ് ഫേസ് വാല്യൂ. ഓക്കെ. പിന്നെന്താ ഞാൻ പറഞ്ഞേ, 2 ഗെയിൻസിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. എന്തൊക്കെയാ 2 ഗെയിൻസ്? അപ്പൊ മാർക്കറ്റ് വാല്യൂവിനേക്കാൾ താഴെയുള്ള ഫേസ് വാല്യൂവിനേക്കാൾ താഴെയുള്ള എമൗണ്ടിനാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ, കമ്പനി പർച്ചേസ് ചെയ്യുന്നെങ്കിൽ ആ ഗെയിന് കമ്പനിക്ക് കിട്ടും. അതാണ് ഇവിടെ ഇത് ഫേസ് വാല്യൂ പർച്ചേസ് ചെയ്യുന്ന കമ്പനി പർച്ചേസ് ചെയ്യുന്ന 9 റുപ്പീസ്, 1 റുപ്പി എന്തായി? പ്രോഫിറ്റ് ആയി. അതിനെ വിളിക്കുന്ന പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ്. അതേപോലെ തന്നെ ഇവര് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാനാണ് റെഡീം ചെയ്യാനാണ് വിചാരിച്ചിരുന്നത്. 5 റുപ്പീസ് പ്രീമിയം ഇടയ്ക്ക് വെച്ചിട്ട് എന്താക്കി അവര്? പർച്ചേസ് ഓഫ് ഓൺ ഡിബെഞ്ചേഴ്സ് നടത്തി. അപ്പൊ ഈ പ്രീമിയം എമൗണ്ടും ലാഭമാണ്, അതിനി കൊടുക്കണ്ടല്ലോ അല്ലേ? അപ്പോൾ അതിന്റെ അഡ്ജസ്റ്റ്മെന്റും നമ്മളിവിടെ കാണിച്ചിട്ട് പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് നമ്മളിവിടെ കാണിക്കണം. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇനി നമ്മൾ സിറ്റുവേഷൻ ഞാനിവിടെ 5-6 വെച്ചിട്ട് എഴുതാം. ഓക്കെ, ഫസ്റ്റ് വൺ, അറ്റ് പാർ. റിഡംഷൻ ഇസ് അറ്റ് പാർ. ഇവിടെയും എന്താണ്? പർച്ചേസ്ഡ് അറ്റ് പാർ. ഓക്കെ, റിഡംഷൻ ഇസ് അറ്റ് പാർ, പർച്ചേസ്ഡ് അറ്റ് പാർ. ഫൈൻ. അപ്പൊ നമ്മൾ പഠിച്ചിരുന്ന ജേർണൽ എൻട്രി എന്താന്ന് നോക്കാം. നമ്മൾ മുമ്പേ ഞാൻ ക്ലാസ്സിൽ അന്ന് എടുത്തപ്പോൾ ജേർണൽ എൻട്രി എന്താ പഠിച്ചിരുന്നതെന്ന് നോക്കാം. എന്നിട്ടാണ് നമ്മൾ പർച്ചേസ്ഡ് അറ്റ് പാർ. ഇതാണ് ഞാൻ പറയാൻ പോണ ജേർണൽ എൻട്രി. നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഓൺ ഡിബെഞ്ചേഴ്സ് account, debtor to bank. Okay, debtor to bank, percentage of own debentures, account debtor to own debentures. നിങ്ങൾ നോട്ട് എടുത്താൽ കാണാം. ഓക്കെ, എന്താണ്? ഞാൻ 2 ജേർണൽ എൻട്രി ആണ് പഠിപ്പിച്ചിരുന്നത്. ഓൺ ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട്, ഓൺ ഡിബെഞ്ചേഴ്സ് വാങ്ങി. അപ്പോൾ നമ്മൾ എന്താക്കി? ബാങ്ക് ടു ബാങ്ക് എന്ന് പറഞ്ഞു കൊടുത്തു, എന്നിട്ട് ക്യാൻസൽ ആക്കി. അപ്പോൾ ക്യാൻസൽ ആവുമ്പോൾ പഴയ ഡിബെഞ്ചേഴ്സിനെ ക്രെഡിറ്റ് കൊടുത്താൽ ലൈബിലിറ്റി ആയിട്ട് നിൽക്കും, ഡെബിറ്റ് കൊടുത്താൽ ക്യാൻസലായി. സോ പെർസെൻറ്റേജ് ഡിബെഞ്ചേഴ്സിനെ നമ്മൾ ക്യാൻസൽ ആക്കുക, എന്നിട്ട് ഓൺ ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ വരും. ഓക്കെ, അതാണ്. അപ്പൊ ഇതും ക്യാൻസലായി, ഡിബെഞ്ചേഴ്സും ഇതും ക്യാൻസലായി. അതിന് പകരം നിങ്ങളുടെ പുതിയ ടെക്സ്റ്റിൽ എന്താ പറഞ്ഞാൽ ഓൺ ഡിബെഞ്ചേഴ്സ് ഇവിടെ 2ഉം ഒഴിവാക്കുക. അപ്പൊ ജേർണൽ എൻട്രി എന്തായി വരും? നമ്മൾ കോൺട്രാ എൻട്രി ആയിട്ട് എഴുതുമ്പോൾ എന്തായിട്ട് വരും? ജേർണൽ എൻട്രി എന്തായിട്ട് വരും? പെർസെൻറ്റേജ് ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. അപ്പൊ ഈ കോമൺ ജേർണൽ എൻട്രി ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ യൂസ് ചെയ്ത് കാണുന്നത്. ഓക്കെ, കോംപ്ലിക്കേഷൻ ആക്കരുത്. ഞാൻ തന്ന ജേർണൽ എൻട്രി ഇതായിരുന്നു. ഓൺ ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്, പെർസെൻറ്റേജ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഓൺ ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഈ ഓൺ ഡിബെഞ്ചേഴ്സും കൂടി ക്യാൻസൽ ആക്കിയിട്ട് അവർ പുതിയ ടെക്സ്റ്റിൽ ആകെ ഈ ഒരു ജേർണൽ എൻട്രി മാത്രമാണ് തന്നെ. എന്താ ജേർണൽ എൻട്രി? പർച്ചേസ് ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി എന്താണ്? പെർസെൻറ്റേജ് എത്ര പെർസെൻറ്റേജ് ആണോ? 8%, 9%, 10%, whatever percentage, debentures account debtor to bank ആണ്. Is it okay? അപ്പോൾ അതാണ് കോമൺ ആയിട്ടുള്ള ജേർണൽ എൻട്രി. ഇനി നമ്മൾ ഓരോ സാഹചര്യത്തിലും നമ്മൾ മാറ്റി നമ്മൾ പറയും. ഓക്കെ, സോ ലെറ്റ് us learn. ഫസ്റ്റ്, ആദ്യം നമ്മൾ ഏതൊക്കെ സർക്കംസ്റ്റാൻസസ് ആണെന്ന് ഞാൻ പറയാം. സിറ്റുവേഷൻ 1, A, redemption at par, purchased at par. Okay. B, redemption is at premium, purchased at par.
അപ്പൊ ഇവിടെ പ്രോഫിറ്റ് ഉണ്ടോ എന്ന് പറയൂ. എന്താണ് പ്രോഫിറ്റ് ഉണ്ടാവുക? ഇവിടെ പ്രോഫിറ്റ് ഉണ്ടാവും. നമ്മൾ റെഡീം ചെയ്യാൻ വിചാരിച്ചത് എത്രയിലാണ്? പ്രീമിയത്തിലാണ്. സപ്പോസ് 5 rupees പ്രീമിയം ആണ്, ഫേസ് വാല്യൂ 10 ആണ്, ഫേസ് വാല്യൂ 10 ആണ്, 5 rupees പ്രീമിയം ആണ്. ഇവിടെ പർച്ചേസ് ചെയ്യുന്നത് എത്രയ്ക്കാണ്? 10 rupees എന്ന് പറഞ്ഞാൽ 10 rupees അവർക്ക് കൊടുത്ത് അത് പർച്ചേസ് ചെയ്യാണ്. അപ്പൊ പ്രോഫിറ്റ് എന്താ? പ്രീമിയം എമൗണ്ട് ആണ് പ്രോഫിറ്റ്. അപ്പൊ ഇവിടെ പ്രോഫിറ്റ് എന്താ വരിക? ഞാൻ ഓരോന്നിലും ബ്രാക്കറ്റിൽ ഇവിടെ എഴുതും. പ്രോഫിറ്റ് amount is premium amount. ഓക്കെ, പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും വരിക? ഞാനൊരു പ്രോഫിറ്റിന് പുതിയൊരു ഹെഡിലേക്ക് മാറ്റാൻ പറഞ്ഞിരുന്നു. അതെന്താ? പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് വന്നു. പ്രോഫിറ്റ് വരുമ്പോൾ നമ്മൾ അതിനെ പ്രീമിയം പ്രോഫിറ്റ് ഓൺ ഓൺ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റും. എമൗണ്ട് ഏതാ വരിക? പ്രീമിയം എമൗണ്ട് ആണ് വരിക. ഇനി തേർഡ് വൺ, സി at par, redemption again at par. ഇവിടെ നോക്കട്ടെ ഒരു മിനിറ്റ്. then purchased at discount less than face value. discount എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? less than face value. അപ്പൊ പ്രോഫിറ്റ് എന്താ വരിക പറയൂ? പ്രോഫിറ്റ് will be equal to face value minus amount paid. അല്ലേ? അതല്ലേ പ്രോഫിറ്റ് വരാം? ഫേസ് വാല്യൂ എമൗണ്ട് മൈനസ് എമൗണ്ട് പെയ്ഡ്. സപ്പോസ് 10 രൂപയാണ്, ഫേസ് വാല്യൂ 10 രൂപയാണ്, 10 rupees ആണ്. ഇത് പർച്ചേസ് ചെയ്യുന്നത് 8 rupees ആണ്. അപ്പൊ എത്ര പ്രോഫിറ്റ് വരാം? പ്രോഫിറ്റ് ഈക്വൽ ടു ₹2. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ തിങ്. ഇനി അടുത്ത സാഹചര്യം പറയുകയാണെ 6 അറ്റ് പ്രീമിയം. രണ്ടെണ്ണേ നമുക്ക് എപ്പോഴും ഉള്ളൂ. അറ്റ് പ്രീമിയം ഡി. ഇവിടെ എന്തിലാണ് വാങ്ങിക്കുന്നത് നോക്കാം. ഓക്കെ, അറ്റ് ഡിസ്കൗണ്ട് തന്നെ റെഡി. ഡിസ്കൗണ്ട് പ്രീമിയത്തിൽ റെഡീം ചെയ്യേണ്ടതായിരുന്നു, വാങ്ങിക്കുന്നത് ഡിസ്കൗണ്ടിലാണ്. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെസ് ദാൻ ഫേസ് വാല്യൂ ആണ്. അപ്പോൾ പറയൂ പ്രോഫിറ്റിന്റെ എമൗണ്ട് എത്ര വരും? പ്രോഫിറ്റ് എമൗണ്ട് വിൽ ബി ഈക്വൽ ടു, ഞാൻ എക്സാമ്പിൾ എഴുതേ, ₹5 ആണ് ഇവിടെ പ്രീമിയം. ഓക്കെ, ₹10 ഫേസ് വാല്യൂ, പ്രീമിയം ₹5 ആണ്. വാങ്ങിക്കുന്നത് പർച്ചേസ് അറ്റ് ₹8. അപ്പൊ എത്രയാണ് ടോട്ടൽ പ്രോഫിറ്റ്? എത്ര വരും? പ്രീമിയം എമൗണ്ടിൽ സേവ് ചെയ്തല്ലോ, പ്രീമിയം എമൗണ്ട് വന്നു. ഓക്കെ, പിന്നെന്താ സേവ് ചെയ്തേ? 10 രൂപയ്ക്ക് പകരം ഫേസ് വാല്യൂന് എത്രേ കൊടുക്കുന്നുള്ളൂ? ഫേസ് വാല്യൂ 10ന് പകരം എത്രേ വാങ്ങിക്കുന്നുള്ളൂ? ഇവര് എത്ര രൂപ കൊടുത്തിട്ടാണ് വാങ്ങിക്കണേ? 8 രൂപ കൊടുത്തിട്ടാണ്. അപ്പോ 2 rupees. അപ്പൊ ടോട്ടൽ പ്രോഫിറ്റ് എത്ര വന്നു? 7 rupees. കണ്ടോ? ഈ പ്രീമിയത്തില് റെഡീം ചെയ്യേണ്ടത് ഡിസ്കൗണ്ടിലാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പ്രോഫിറ്റിന്റെ എമൗണ്ട് എത്രയായി മാറും? പ്രീമിയം എമൗണ്ട് പ്ലസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫേസ് വാല്യൂ ആൻഡ് ദി എമൗണ്ട് പെയ്ഡ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 7 ഈ എക്സാമ്പിളില്. ഓക്കെ, ഇനി അടുത്തത്. ഓക്കെ, വാട്ട് ഈസ് ദ നെക്സ്റ്റ്? ഇ. അഗെയിൻ അറ്റ് പാർ. ഓക്കെ, ഇനി ഇവിടെ എന്താ കേസ് ബാക്കിയുള്ള? നമ്മൾ അറ്റ് പാർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു, അറ്റ് ഡിസ്കൗണ്ടിന്റെ 2 സാഹചര്യം കഴിഞ്ഞു. ഇനി അറ്റ് മോർ ദാൻ ദി ഫേസ് വാല്യൂ, അതല്ലേ ഇനിയല്ലേ? മോർ ദാൻ ദി ഫേസ് വാല്യൂ. അതാ. അപ്പോ നോക്ക്, ഫേസ് വാല്യൂ 10 ആണ്. മോർ ദാൻ ദി ഫേസ് വാല്യൂ സപ്പോസ് ₹11 കൊടുത്തിട്ടാണ് വാങ്ങിക്കണേ. വാട്ട് വിൽ ബി? ഇവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടാവുക? ഒബ്വിയസ്ലി ദർ വിൽ ബി ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ്. ഓക്കെ, ഈ എക്സാമ്പിളിൽ എത്ര രൂപ ലോസ് വരും? ഇവിടെ 10 ആയിരുന്നു, അതിന് പകരം 11 rupees കൊടുത്തിട്ട് പർച്ചേസ് ചെയ്തു, ₹1 ലോസ് ആവും. ₹1 ലോസ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ലാസ്റ്റ് കേസ് എഫ് അറ്റ് പ്രീമിയം. ഓക്കെ, അറ്റ് പ്രീമിയം അഗെയിൻ അറ്റ് മോർ ദാൻ ഫേസ് വാല്യൂ. അപ്പൊ ലോസ് എമൗണ്ട് എത്ര വരും? പ്രീമിയത്തിന്റെ എമൗണ്ട് വരും, പ്രീമിയം എമൗണ്ട് വരും പ്ലസ് എന്താണ്? പർച്ചേസ്. സപ്പോസ് ഞാൻ എക്സാമ്പിൾ എഴുതാം. ₹10 ഫേസ് വാല്യൂ, ₹5 പ്രീമിയം. ഓക്കെ, purchase price is suppose ₹13.
13 ഓക്കെ 13 മാറ്റിയിട്ട് ഞാൻ കുറച്ചുകൂടി ഹൈ ആക്കാം. ഓക്കെ 16 പർച്ചേസ് പ്രൈസ് 16 ആണ്. അപ്പോൾ 16 റുപ്പീസ്. അപ്പോൾ ലോസ് എത്രയായി? ലോസ് എത്ര വന്നു? 10ന്റെ ഫേസ് വാല്യൂന് പകരം എന്ത് വന്നു? ഇവർക്ക് 16 റുപ്പീസ് വെച്ച് കൊടുക്കേണ്ടി വന്നു. ഓക്കെ 10ന് പകരം ഇവിടെ 16, 10 എന്ന് പറഞ്ഞാൽ 15 ആക്കാം നമുക്ക്. 15ന് പകരം 16 വന്നു. അപ്പൊ ലോസ് റുപ്പീസ് എത്രയായിരിക്കും വരിക? പ്രീമിയം എമൗണ്ട് നമ്മൾ 5. സോ അത് റെഡീം ചെയ്യുമ്പോൾ 15 റുപ്പീസ് വരും റെഡീം ചെയ്യുമ്പോൾ. പക്ഷെ ഇവിടെ പർച്ചേസ് ചെയ്തപ്പോൾ 16 റുപ്പീസ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് എന്ത് ഫേസ് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ലോസ് എത്ര വന്നു? 5 റുപ്പീസ് പ്ലസ് പ്രീമിയം പ്ലസ് ഡിഫറൻസ് ബിറ്റ്വീൻ എമൗണ്ട് പെയ്ഡ് ആൻഡ് ടോട്ടൽ എമൗണ്ട് ടു ബി റെഡീം, അതായത് 1. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ ദ ലോസ് ഈസ് കാൽക്കുലേറ്റഡ്. 10 രൂപ ബേസ് വെച്ചിട്ട് കാണാം. അപ്പൊ പ്രീമിയം എമൗണ്ട് ഓൾറെഡി അവർക്ക് കൊടുക്കുന്നുണ്ട്, 5 റുപ്പീസ് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊരു നഷ്ടം. കൂടാതെ എക്സ്ട്രാ 1 റുപ്പിയും കൂടി കൂടുതലായിരുന്നു കൊടുക്കുന്നത്. അപ്പൊ ടോട്ടൽ 6 റുപ്പീസ് ലോസ്. ഓക്കെ, അതാണ് നമ്മളിവിടെ പറഞ്ഞത്. സോ ഇനി നമുക്ക് ജേർണൽ എൻട്രി എഴുതാം. ജേർണൽ എൻട്രി സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ഈസ് അവർ ബേസിക് ജേർണൽ എൻട്രി? എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ബേസിക് ജേർണൽ എൻട്രി പെർസെന്റേജ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. അറ്റ് പാർ, രണ്ടും അറ്റ് പാർ വരുമ്പോൾ നമ്മുടെ ജേർണൽ എൻട്രി എത്രയാണ്? എത്ര പെർസെന്റേജ് ആണോ ഡെറ്റർ ടു ബാങ്ക്. ഓക്കെ, ഇനി ബി അറ്റ് പാർ. Redemption is at premium. At premium. This is at par. Purchase is at par. അപ്പോൾ എന്താ പ്രോഫിറ്റ്? ഞാൻ ഇവിടെ പറഞ്ഞിരുന്നത് പ്രോഫിറ്റ് വിൽ ബി ഈക്വൽ ടു ദി എമൗണ്ട് ഓഫ് പ്രീമിയം അല്ലേ? അതല്ലേ നമ്മൾ പറഞ്ഞേ? ₹10 ഫേസ് വാല്യൂ, ₹5 പ്രീമിയം. വാങ്ങിക്കുന്ന എത്രയ്ക്കാണ്? ₹10 അപ്പോൾ നഷ്ടം എത്രയാണ് വരിക? എത്രയാണ്? പ്രീമിയം എമൗണ്ട് മാത്രമാണ്. സോ ലെറ്റ് us see ജേർണൽ എൻട്രി സെയിം എടുത്ത് എഴുതാം. പെർസെന്റേജ് ഡിബെഞ്ചേഴ്സ് ഡെറ്റർ. എപ്പോഴും ഇമ്മീഡിയറ്റ് ക്യാൻസലേഷനിൽ പെർസെന്റേജ് ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഫേസ് വാല്യൂ മാത്രമേ വെക്കാവൂ, 10 രൂപ. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത്? ക്യാൻസൽ ആയില്ലോ, ഇത് ക്യാൻസൽ ആവാണ്. നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ക്യാൻസലേഷൻ എന്ന് പറഞ്ഞാൽ ഇതുവരെയും നമ്മൾ ക്രെഡിറ്റ് ബാലൻസിലാണ് കൊടുത്തിരുന്നത്. അതൊരു ലയബിലിറ്റി ആയിട്ടായിരുന്നു കണ്ടിരുന്നത്. അതിനെ ഡെബിറ്റ് ആക്കിയിട്ട് നമ്മൾ അതിനെ ഇല്ലാതെയൊക്കെയാണ്, ക്യാൻസൽ ചെയ്യാണ്. ഓക്കെ, അതേപോലെ എന്തും കൂടി ക്യാൻസലായി? പ്രീമിയം ഓൺ ഡിബെഞ്ചേഴ്സും ക്യാൻസലായി, ₹5. ഓക്കെ, 2 ബാങ്ക്. എത്രയാണ് കൊടുക്കുന്ന പൈസ? എത്രയാണ്? 10. എമൗണ്ട് പെയ്ഡ് എത്രയാണ്? 10 അല്ലേ? എമൗണ്ട് പെയ്ഡ് എത്രയാണ്? പർച്ചേസ് പ്രൈസ് എത്രയാണ്? പർച്ചേസ് പ്രൈസ് ഇസ് 10. 2 പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് അല്ലെങ്കിൽ ക്യാൻസലേഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ്, അഗെയിൻ 5. ഇവിടെ പ്രീമിയം എഴുതരുത്, ഇവിടെ എന്താണ്? പ്രോഫിറ്റ് ആണ്. ഓക്കെ, പ്രോഫിറ്റ് വന്നു. നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ പിടിച്ചിട്ട് ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റണം. സോ ശ്രദ്ധിച്ച് കേൾക്കുക. പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് ഡെറ്റർ ടു ക്യാപിറ്റൽ റിസർവ്. ക്ലിയർ? ഒന്നുമില്ല. എന്തൊക്കെയാ ഞാൻ പറഞ്ഞത്? പ്രീമിയത്തില് ആണ് റെഡീം ചെയ്യേണ്ടത്, അതിന് പകരം പാറിനാണ് പർച്ചേസ് ചെയ്യണേ. അപ്പൊ നമ്മളുടെ നഷ്ടം എന്ന് പറഞ്ഞാല് ലാഭം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണല്ലോ വരിക. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര എമൗണ്ട് ആയിരിക്കും? നമ്മൾ ലാഭിച്ചത് എന്താണ്? പ്രീമിയത്തിൽ റെഡീം ചെയ്യുന്നതിന് പകരം നമ്മൾ 10 രൂപ കൊടുത്തിട്ട്, നമ്മൾ പറഞ്ഞാൽ കമ്പനിയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്, 10 രൂപ കൊടുത്തിട്ട് അത് വാങ്ങി. സോ നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ട ഡിബെഞ്ചേഴ്സിനെ ഡെബിറ്റ് ചെയ്തു. പെർസെന്റേജ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 10. പ്രീമിയം ഓൺ ഡിബെഞ്ചേഴ്സ് ₹5 അല്ലേ? പ്രീമിയം ഉള്ള 5 അല്ലേ? ₹5. ടു ബാങ്ക് എത്ര വന്നു? 10. ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ, ഇതിന്റെ ഡിഫറൻസ് ബാലൻസിങ് ഫിഗർ ആണ് എപ്പോഴും എടുക്കണ്ടേ. ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് എത്ര വന്നു? ₹5. ഓക്കെ, ഇനി അടുത്തത് തേർഡ് സിറ്റുവേഷൻ. See, at par, at discount. Let's see, at discount. Discount എന്ന് പറഞ്ഞാൽ എന്താണ്? Less than face value.
അപ്പൊ ഞാൻ ഉടനെ തന്നെ പ്രോഫിറ്റ് എഴുതി വെക്കുകയാണ്. പ്രോഫിറ്റ് വിൽ ബി ഈക്വൽ ടു എന്താണ്? പ്രോഫിറ്റ് വിൽ ബി ഈക്വൽ ടു എമൗണ്ട് ഫേസ് വാല്യൂ മൈനസ് എമൗണ്ട് പെയ്ഡ് അല്ലെങ്കിൽ പർച്ചേസ് പ്രൈസ്. ഓക്കെ, അപ്പൊ ഞാൻ എഴുതി എന്താണ് ജേർണൽ എൻട്രി. അപ്പൊ ഞാൻ ഇവിടെ എഴുതി ₹10 ആണ്, ഇത് ₹8 പർച്ചേസ് ചെയ്യുന്നത്. ജേർണൽ എൻട്രി എന്തായിരിക്കും? പെർസെൻറ്റേജ് ഡിബെഞ്ചേഴ്സ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ. ഞാൻ എപ്പോഴും എന്ത് പറഞ്ഞു? ഇത് എത്ര എഴുതണം? ഫേസ് വാല്യൂ എഴുതണം എന്ന് പറഞ്ഞു. 2 ബാങ്ക് എത്ര കൊടുക്കുന്നുള്ളൂ? ₹8 കൊടുക്കുന്നുള്ളൂ. 2 പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് എത്രയാ? ₹2. ഇസ് ദാറ്റ് ഓക്കെ? ഫൈൻ. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് വൺ ഡി. അറ്റ് പാർ അറ്റ് പ്രീമിയം ഇവിടെ എത്രയാണ്? അറ്റ് ഡിസ്കൗണ്ട് തന്നെ, സെയിം സാഹചര്യം. ഓക്കെ, സെയിം സിറ്റുവേഷൻ. അപ്പൊ ഞാൻ ഇവിടെ എഴുതാണ് ₹10 ഫേസ് വാല്യൂ, ₹5 പ്രീമിയം. ഓക്കെ, വാങ്ങിയതോ പർച്ചേസ് പ്രൈസ് ₹8. എന്റെ അമ്മോ, എത്ര ലാഭം നോക്ക്. ₹15 കൊടുക്കുന്നതിന് പകരം ഇവർ എത്ര കൊടുത്തിട്ടുള്ളൂ? ₹8 ആണ് കൊടുത്തത്. അപ്പൊ പ്രോഫിറ്റ് എത്ര വരും? ₹5 പ്രീമിയം വരും. പിന്നെന്ത് വരും? 10 - 8 വരും അല്ലേ? 10 - 8 വരും. ദാറ്റ് ഈസ് 2. ₹7 വരും. അപ്പൊ ജേർണൽ എൻട്രി എങ്ങനെ വരും? പെർസെൻറ്റേജ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 10. ഓക്കെ, ക്യാൻസൽ ചെയ്യാനുള്ളത് പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് ഡെറ്റർ 5 അല്ലേ നമ്മൾ കൊടുത്തേ? 2 ബാങ്ക് എത്ര പേ ചെയ്തു? ₹8. 2 ബാങ്ക് എത്ര പേ ചെയ്തു? ₹8. 2 പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ്. ബാലൻസിങ് ഫിഗർ എടുത്താൽ മതി. 15 - 8 എത്ര വരും? 7 വരും. ഓക്കെ, ഇസ് ദാറ്റ് ഓക്കെ? സോ നെക്സ്റ്റ് വൺ. ഇനി 2 സിറ്റുവേഷൻ കൂടി ഉണ്ട്. സിറ്റുവേഷൻ നമ്പർ ഇ. ഓക്കെ, അഗെയിൻ അറ്റ് പാർ. ഇവിടെ എന്താ ഞാൻ കൊടുക്കാൻ പോണേ? മോർ ദാൻ ഫേസ് വാല്യൂ അല്ലേ? മോർ ദാൻ ഫേസ് വാല്യൂലാണ് കൊടുക്കുന്നത്. സോ നഷ്ടങ്ങളാണ് ഈ കച്ചവടത്തിൽ. ഫുൾ നഷ്ടമാണ്. അറ്റ് ₹10 ഫേസ് വാല്യൂ സപ്പോസ് കൊടുക്കുന്നത് പർച്ചേസ് ചെയ്യുന്നത് ₹12 ആണ്. ₹12 പർച്ചേസ് ചെയ്യുന്നത്. സോ വാട്ട് വിൽ ബി അവർ ജേർണൽ എൻട്രി? പെർസെൻറ്റേജ് ഡിബെഞ്ചേഴ്സ് എത്രയാണ്? 10. ഡെറ്റർ 10. ഇവിടെ എപ്പോഴും എന്ത് എഴുതാൻ പാടുള്ളൂ? ഫേസ് വാല്യൂ എഴുതാൻ പാടുള്ളൂ. ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ്. ഇത്ര നേരം പ്രോഫിറ്റാ കണ്ടിരുന്നേ. ലോസ്. വേറെ ഞാൻ പറയാൻ മറന്നു. ബാക്കി പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ ഒക്കെ പ്രോഫിറ്റിനെ എവിടേക്ക് മാറ്റണം? ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റണം. അത് മറക്കരുത്. പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ ഒക്കെ പ്രോഫിറ്റിനെ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് ടു ക്യാപിറ്റൽ റിസർവ് കൊടുക്കണം. ഓക്കെ, സോ ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് ഡെറ്റർ എത്രയാണ് ഇവിടെ? ₹2 അല്ലേ? ₹2 is the loss. 2 bank എത്ര കൊടുക്കുന്നു? 12. ഓക്കെ, ഇനി ലോസിനെ മാറ്റണം. എങ്ങോട്ടേക്ക് മാറ്റണം? ക്യാപിറ്റൽ പ്രോഫിറ്റ്സിലെ ആയിട്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യണം. ലോസിനെ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കമ്പനിയുടെ പ്രോഫിറ്റ് ആയിട്ട് കോമ്പൻസേറ്റ് സെറ്റ് ഓഫ് ആക്കണം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് ഏത് വേണമെങ്കിലും ആവാട്ടോ. ക്യാപിറ്റൽ പ്രോഫിറ്റ്സ്, ജനറൽ റിസർവ്, P&L അക്കൗണ്ട് ഏത് വേണമെങ്കിലും ആവാം. ഡെറ്റർ ടു ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് ₹2. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മൾ പ്രോഫിറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, മറ്റത് ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റാം. ഇതാണെങ്കിൽ നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുക. കമ്പനിക്ക് ഈ ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ജനറൽ റിസർവ് ആവാം, ഓക്കെ, ക്യാപിറ്റൽ റിസർവ് ആവാം, P&L അക്കൗണ്ട് ആവാം, എനിത്തിങ് ദാറ്റ് ഇസ് നോൺ ആസ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. അതായിട്ട് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ, നൗ ദ ലാസ്റ്റ് സിറ്റുവേഷൻ at premium.
at premium more than face value. Okay, more than face value. അപ്പം ഞാൻ ഇവിടെ നമ്മൾ എല്ലാത്തിലും അപ്ലിക്കബിൾ ആവുന്നതിന് ഇവിടെ എടുക്കാം. ₹10 ഫേസ് വാല്യൂ, ₹5 പ്രീമിയം, അതായിരുന്നു കണ്ടീഷൻ. 15 രൂപയ്ക്ക് കൊടുക്കാമെന്നായിരുന്നു കണ്ടീഷൻ. ഓക്കെ, ആൻഡ് ഇവിടെ ഞാൻ ചെറുതായിട്ട് എമൗണ്ട് മാറ്റാണ്. 16 പർച്ചേസ് പ്രൈസ് 16 ആക്കി. ഓക്കെ, അപ്പൊ നമ്മുടെ ജേണലിൽ എന്താണ് ഇവിടെ നഷ്ടം എത്ര വരും, ലോസ് എത്ര വരും? 15 ആയിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്, പക്ഷെ എത്ര കൊടുത്തു ഇവര്? 16 കൊടുത്തു. അപ്പൊ 16 മൈനസ് 15 ഈക്വൽ ടു 1 ആയിരിക്കും ഇവരുടെ ലോസ്. അപ്പൊ ഞാൻ എഴുതട്ടെ, ജേണൽ എൻട്രി എഴുതട്ടെ. പെർസെൻറ്റേജ് ഡിബെഞ്ചേഴ്സ് എല്ലാം വരുന്നതാണ് ഈ ജേണൽ എൻട്രിയിൽ, എല്ലാം വരും. ഓക്കെ, പെർസെൻറ്റേജ് ഡിബെഞ്ചേഴ്സ് ഡെറ്റർ 10. പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് എത്രയാ? പ്രീമിയം എത്രയാണ്? 5. ഓക്കെ, ലോസ് ഓൺ ലോസ് ഓൺ എന്താ പറയാ, റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് ₹1. ലോസ് വന്നില്ലേ? 1 rupees. 2 ബാങ്ക് എത്ര വന്നു? 2 ബാങ്ക് 16. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇനി സപ്പോസ് ഇതിന്റെ സാഹചര്യം ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റാണ്. ഓക്കെ, ദിസ് ഈസ് ദ തിങ്. ഞാൻ ഇവിടെ ചെറിയതായിട്ട് മാറ്റി, ഇതിന് 12 rupees ആക്കി. എത്രയാക്കി ഞാൻ? 12 rupees ആക്കി. ഓക്കെ, ഇനി നമ്മൾ നോക്കാം. ഇനി ജേണൽ എൻട്രി എങ്ങനെയാവും? പർച്ചേസ് പ്രൈസ് എത്ര? 12 rupees. അപ്പൊ നിങ്ങൾക്ക് അറിയാം 15 ആണ് ടോട്ടൽ കൊടുക്കേണ്ടത്, അതിന് പകരം 12 കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നമ്മൾ നോക്കാമല്ലോ എന്താ ഉണ്ടാവണേന്ന് നോക്കാം. പെർസെൻറ്റേജ് ഡിബെഞ്ചേഴ്സ് debtor 10. പ്രീമിയം എത്രയാണ്? 5. ലോസ് ഉണ്ട്. എന്താ ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് ഉണ്ട്. എത്രയാ വരാ? 10ന് പകരം എത്ര കൊടുത്തു എന്നാ പറഞ്ഞേ? 12 അല്ലേ? അപ്പോ എത്ര വരും? 2 rupees ലോസ്. അത് എഴുതണം എന്നർത്ഥം. ഓക്കെ, 2. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഞാനിപ്പോ എന്താ പറഞ്ഞേ? 10 രൂപ ഫേസ് വാല്യൂ, 5 രൂപ പ്രീമിയം. നമ്മൾ വാങ്ങിക്കുന്നത് എത്രയാ? മോർ ദാൻ ഫേസ് വാല്യൂ ആണ് വാങ്ങിയത്. പക്ഷെ നേരത്തെ അത്ര കൂടുതലല്ല, 16 ആക്കിയില്ല, ഞാൻ 12 ആക്കി. അപ്പൊ എന്താ ഉണ്ടാവണേന്ന് പറഞ്ഞു തരാനാണ്. പെർസെൻറ്റേജ് ഡിബെഞ്ചേഴ്സ് എത്രയാ? 10 രൂപ. ഓക്കെ, പ്രീമിയം എത്രയാ വന്ന്? 5 രൂപ. ഞാൻ ഒക്കെ അതേപോലെ എഴുതിയെടുത്തു. ലോസ് ഓൺ ഡിബെഞ്ചേഴ്സ് എത്രയാണ്? സത്യം പറഞ്ഞാല് 10 രൂപയ്ക്ക് പകരം 12 രൂപയ്ക്കാ കൊടുക്കണേ. അപ്പൊ 2 rupees. 2 ബാങ്ക് എത്രയാ കൊടുക്കുന്നത്? 2 ബാങ്ക് 2 rupees. ഓക്കെ, ഇനി ബാക്കി ബാലൻസിങ് ഫിഗർ എന്താവും അറിയോ? പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ്. എത്രയാ പ്രോഫിറ്റ് വരാ? 5 rupees ഫോർ പ്രോഫിറ്റ്. ഇതെന്താണ്? ബാലൻസിങ് ഫിഗർ ആണ്. 10 + 5 + 2 17. 12ന് നമ്മൾ കൊടുത്തു, 5 രൂപ ലാഭമായി. ഓക്കെ, അത് അങ്ങനെയാണ് നമ്മൾ ബാലൻസിങ് ഫിഗർ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റിലേക്ക് മാറ്റുന്നത്. ഇതിന്റെ അർത്ഥം എന്താണ്? നമ്മൾക്ക് ഒരേ സമയം നമുക്ക് ഗെയിനും വരുന്നുണ്ട്, ഒരേ സമയം നമ്മൾ ലോസും കൺസിഡർ ചെയ്യുന്നുണ്ട്. അത്രേ ഉള്ളൂ ഇതിന്റെ അർത്ഥം. ഓക്കെ, ഒരേ സമയം ഗെയിനും വരുന്നുണ്ട്, ഒരേ സമയം നമ്മൾ ഇതിന്റെ ലോസും കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് ഹൗ ദ ജേണൽ എൻട്രി ഈസ് പാസ്ഡ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മൾ ഇതിന്റെ പ്രോബ്ലം ഇനി ഫർദർ ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ.